ഭാരതം മാവോയിസ്റ്റ് മുക്തമാകുന്നു. ഇനി മാവോയിസ്റ്റുകൾ CPM പാർട്ടി ഓഫീസുകളിലെ ചുമരുകളിൽ ചിത്രങ്ങളായി മാത്രം തൂങ്ങി ഒതുങ്ങും. ആരെ കിട്ടിയാലും ചുവപ്പ് എവിടെ കണ്ടാലും കൈയുയർത്തി മുദ്രാവാക്യം വിളിച്ച് തങ്ങളുടേതാക്കുന്ന CPMന് ഇതാ മോദി സർക്കാരിന്റെ സമ്മാനം അമിത്ഷാ വഴി നൽകിയിരിക്കുന്നു. ഇടതിന് എല്ലാ കൊല്ലവും ആചരിക്കാൻ ആദരാഞ്ജലികൾ അർപ്പിക്കാൻ കുറെ കാലം ചെയ്ത മാവോയിസ്റ്റുകളെ അതൊക്കെ ചെയ്യാൻ ഇനി CPM എത്ര കാലം ഈ രാജ്യത്തുണ്ടാകുമെന്നും കണ്ടറിയണം. അമിത്ഷാ വെറുതെ പറഞ്ഞതല്ല. മാവോയിസ്റ്റുകളുടെയും നക്സലുകളുടെയും കൂട്ടക്കൊലയിൽ അനാഥരായ രാജ്യത്തെ ധീര ബലിദാനി സൈനികരുടെ അർദ്ധസൈനികരുടെയും കുടുംബങ്ങൾക്ക് നൽകിയ വാക്കാണ് അവരെ അനാഥരാക്കിയ ഒറ്റ എണ്ണത്തെയും വെറുതെ വിടില്ലെന്ന്. ആ വാക്ക് അമിത്ഷായുടെ പോലീസ് സേന പാലിച്ചിരിക്കുന്നു. ഛത്തീസ്ഗഡിലെ ബസ്തർ വന മേഖലയിൽ മാവോയിസ്റ്റ് തീവ്രവാദികൾക്കെതിരായ വിജയകരമായ സൈനിക പ്രവർത്തനങ്ങൾ ചരിത്രപരമായി ഇതാ മാറിയിരിക്കുന്നു. ബസ്തറിന്റെ ശാപമായിരുന്ന ചുവപ്പിനെ അമിത്ഷാ കഴുകിക്കളഞ്ഞിരിക്കുന്നു. നക്സൽ പ്രഭാവകാലത്ത് കലാപങ്ങളും അക്രമവും നിറഞ്ഞ റെഡ് കോറിഡോർ എന്നറിയപ്പെടുന്ന മേഖലയുടെ ആസ്ഥാനമായിരുന്നു ബസ്തർ. ബസ്തർ മാവോയിസ്റ്റ് പ്രഭാവത്തിൽ നിന്നും മുക്തമാകുന്നത് രാജ്യത്തെ അഭിമാനത്തിനും സുരക്ഷാ വിജയത്തിനും അടിത്തറയായി. മാവോയിസ്റ്റുകൾക്കുള്ളിലെ ഭിന്നതയും കൂട്ട കീഴടങ്ങലുകളും നക്സൽ ഗ്രൂപ്പുകളിൽ ഉണ്ടായ മാറ്റങ്ങൾ തന്നെയാണ് ഇവിടെ സമാധാന അന്തരീക്ഷം സൃഷ്ടിച്ചിരിക്കുന്നതും ഈ മാറ്റങ്ങളാണ്. നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിലെത്തിയ ശേഷം മാവോയിസ്റ്റ് ആശയത്തിൻ്റെ ഉന്മൂലനത്തിന് മുൻഗണന നൽകി രാജ്യത്തെ സൈനിക ശക്തി വർദ്ധിപ്പിച്ചു. നക്സൽ ഭീഷണിയുമായി പൊരുതാൻ ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ചാണ് സുരക്ഷാ തന്ത്രങ്ങൾ സേന നടപ്പാക്കിയത്. സൈന്യത്തിൻ്റെ അടുത്ത കാലത്തെ പ്രധാന മുന്നേറ്റത്തിൽ 38 ഭീകരരെയാണ് ഇല്ലാതാക്കിയത്. വനപ്രദേശങ്ങളിലെ മാവോയിസ്റ്റുകളുടെ ആശയവിനിമയ സംവിധാനം തകർത്തു കളഞ്ഞു. ഇന്റലിജൻസ് പ്രവർത്തനങ്ങൾ ഇതിനൊപ്പം ശക്തിപ്പെടുത്തി. ഡ്രോണുകൾ പോലുള്ള ഇലക്ട്രോണിക് ഉപകരണങ്ങൾ ഉപയോഗിച്ച് മാവോയിസ്റ്റ് നീക്കങ്ങൾ അടിക്കടി തിരിച്ചറിഞ്ഞു. സൈനിക നടപടികൾക്ക് പുറമെ സുതാര്യമായ നയവും വികസനത്തിനായി വലിയ ജനകീയ ശ്രമങ്ങളും വലിയ വികസന പദ്ധതികളും ആവശ്യമാണെന്ന തിരിച്ചറിവും BJP സർക്കാർ മുന്നോട്ട് വച്ചു. മാവോയിസ്റ്റ് ഭീകരർ ഭീഷണിപ്പെടുത്തിയുമല്ലാതെയും സുരക്ഷാ കവചമായി ഉപയോഗിച്ചിരുന്ന വനവാസി സമൂഹത്തെ മുഖ്യധാരയിലേക്ക് എത്തിക്കുന്ന വികസന സംരംഭങ്ങൾ മാറ്റത്തിൻ്റെ കാറ്റ് വീശി. അസംതൃപ്തികൾ പരിഹരിക്കാനും സാമൂഹിക സാമ്പത്തിക പരാതികൾ ഇല്ലാതാക്കി അടിസ്ഥാന സൗകര്യങ്ങളും വിദ്യാഭ്യാസവും ആരോഗ്യവും ഉൾപ്പെടെ മേഖലകളിൽ കൂടുതൽ സൗകര്യമൊരുക്കിയ കേന്ദ്രത്തിൻ്റെ നടപടികൾ ഫലം കണ്ടു. സാമൂഹിക സാമ്പത്തിക പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനായി സർക്കാരിൻ്റെ വികസന പദ്ധതികൾ പ്രയോജനപ്പെടുത്തി. പശ്ചിമ ബംഗാളിലെ നക്സൽബാരി ഗ്രാമത്തിൽ നിന്നാണ് 1960കളിൽ നക്സലിസം ആരംഭിച്ചത്. റെഡ് കോറിഡോർ എന്നറിയപ്പെടുന്ന ഛത്തീസ്ഗഡ്, ജാർഖണ്ഡ്, ഒഡീഷ, മഹാരാഷ്ട്ര, ബീഹാർ, പശ്ചിമ ബംഗാൾ എന്നിവിടങ്ങളിലെ വനപ്രദേശങ്ങൾ നക്സലിസത്തിൻ്റെ പ്രധാന കേന്ദ്രങ്ങളായിരുന്നു. ദാരിദ്ര്യം, ആദിവാസി സമൂഹം എന്നിവ നക്സലിസത്തിനുള്ള അനുയോജ്യ സാഹചര്യങ്ങൾ സൃഷ്ടിച്ചിരുന്നു. മാർക്സിസ്റ്റ് ലെനിനിസ്റ്റ് മാവോയിസ്റ്റ് ആശയങ്ങൾ പിന്തുടരുന്ന വിപ്ലവ പ്രസ്ഥാനമെന്ന് മാവോയിസ്റ്റുകാർ വീമ്പിളക്കി. ഗറില്ല യുദ്ധം എന്ന രീതിയിൽ നിക്ഷിപ്തമായി ആക്രമണങ്ങൾ നടത്തുകയും വനപ്രദേശങ്ങളിൽ ഒളിച്ചിരുന്ന് പലയിടത്തും കുഴിബോംബ് ആക്രമണങ്ങൾ നടത്തി രാജ്യത്തെ സൈനികരെ കൂട്ടക്കൊല ചെയ്യുകയും ചെയ്തു. അതിനൊക്കെ ഇപ്പോഴിതാ തിരിച്ചടി കിട്ടിയിരിക്കുന്നു. കുഴിബോംബുമായി യുദ്ധത്തിനിറങ്ങിയ നക്സലുകൾക്കെതിരെ ഏറ്റവും അത്യാധുനികമായ ആയുധങ്ങളാണ് നരേന്ദ്രമോദി സർക്കാർ എടുത്തു പ്രയോഗിച്ചത്. അതുകൊണ്ട് തന്നെയാണ് രാജ്യത്തിൻ്റെ ഭാവിയെ സംരക്ഷിക്കുന്നതിന് അനിവാര്യമായ ഒന്നായ നക്സലൈറ്റുകളെ തുടച്ചു നീക്കുക എന്നത് യാഥാർത്ഥ്യമാക്കിയതും. അതിൽ കേന്ദ്ര സർക്കാർ വിജയം കണ്ടിരിക്കുന്നു എന്നത് രാജ്യത്തിന് തന്നെ, ഭാരതത്തിന് തന്നെ അഭിമാനകരമാണ്.